രഘുവേട്ടൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വരുന്നില്ല അമ്പിളി. എനിക്കും. അല്ല, രഘുവേട്ടൻ ഇപ്പോ എന്ത് ജോലി കണ്ടെത്തുന്നല്ലേ ആലോചിക്കുന്നേ? സച്ചി സാറിനെ പോയി കണ്ടാലോന്ന് വിചാരിക്കാം. കല്യാശ്ശേരി തറവാട്ടിലേക്ക് പോയപ്പോഴാ സച്ചി സാറിന്റെ കമ്പനിയിലെ ജോലി വിട്ടത്. വീണ്ടും സച്ചി സാറിന്റെ അടുത്തേക്ക് തന്നെ പോണോ രഘുവേട്ട? വലിയ അഹങ്കാരത്തില് അവിടുത്തെ ജോലി ഇട്ടെറിഞ്ഞു പോയിട്ട് വീണ്ടും അവരുടെ കാല് പിടിക്കാൻ പോകുന്നത് നാണക്കേടല്ലേ? അതിലെനിക്ക് വലിയ നാണക്കേടൊന്നും തോന്നുന്നില്ല അമ്പിളി. സച്ചി സാറിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിലൊരു അന്തസ്സുണ്ട്. വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കുന്നോ, ജോലി എന്തായിരിക്കുന്നോ ഒന്നും അറിയില്ല. അത് ശരിയാ. പറയുമ്പോ എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാന്നൊക്കെ പറയാം. പക്ഷേ ഇനി രഘുവേട്ടൻ സ്റ്റാൻഡേർഡ് കുറഞ്ഞ ജോലിക്ക് പോകുന്നതിനോട് എനിക്കും യോജിക്കാൻ പറ്റില്ല. നമ്മുടെ ലക്ഷ്യമോള് വളർന്നു വരിക. അവളിനി സ്കൂളിലൊക്കെ ചേർക്കുമ്പോ അച്ഛന്റെ ജോലി എന്താന്നൊക്കെ ചോദിക്കും. ബാക്കിയുള്ള കുട്ടികൾക്ക് മുമ്പിൽ നമ്മുടെ മോൾക്കൊരു വില ഉണ്ടാവണമെങ്കിൽ അവളുടെ അച്ഛന് നല്ലൊരു ജോലി തന്നെ വേണം. നീ പറയാറുള്ളത് പോലെ നമ്മുടെ മോക്ക് നമ്മളെപ്പോലെ തന്നെ ഭാഗ്യം കുറവാമ്പിളി. അവൾക്ക് യോഗം ഉണ്ടായിരുന്നെങ്കിലേ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങേണ്ട പണം നമുക്ക് കിട്ടേണ്ടതായിരുന്നില്ലേ? നമ്മുടെ കുടുംബത്തിന് എന്തൊക്കെയോ ദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട് രഘുവേട്ട. നാളെ നിങ്ങൾ ജോലി അന്വേഷിച്ചു പോകുമ്പോ ഞാനും കൂടെ വരാം. മോളെ നോക്കാൻ സരോജിനി ആന്റി ഇവിടെ ഉണ്ടല്ലോ. അല്ല, അതിനിപ്പോ നീ എന്തിനാ വരുന്നേ? ദോഷവും തടസ്സവും മാറ്റുന്ന വല്ല മന്ത്രവാദിയും കാണാനാണോ? മന്ത്രവാദിയെ കാണാനൊന്നുമല്ല. എനിക്കെന്തായാലും പാർവതി കുഞ്ഞമ്മയെ ഒന്ന് കാണണം. നമ്മുടെ അവസാന വഴിയും അടഞ്ഞുവെന്ന് കുഞ്ഞമ്മയോട് എനിക്കൊന്ന് പറയണം. അതിന്റെ ആവശ്യമുണ്ടോ അമ്പിളി? അവരെ കൊണ്ടോ ആ തറവാടിനെ കൊണ്ടോ എനിക്കോ നിനക്കോ നമ്മുടെ മോക്കോ ഇതുവരെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. പക്ഷേ 1 കോടി രൂപയും 101 പവൻ സ്വർണവും അവർ ഈ വീട്ടിൽ കൊണ്ടുവന്ന് തന്നില്ലേ രഘുവേട്ട? അത് നമുക്ക് ഗുണം ചെയ്യാത്തത് നമ്മുടെ യോഗം. എന്നോടെന്തോ കുഞ്ഞമ്മയ്ക്കൊരു പ്രത്യേക താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കുഞ്ഞമ്മ രഘുവേട്ടനെ ജോലിക്ക് വേണ്ടി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായാലോ? ഞാൻ സിംഗപ്പൂർ പോയിട്ട് അവിടെ എന്ത് ജോലി ചെയ്യാൻ അമ്പിളി? പുറത്തുപോയി എന്ത് ജോലി ചെയ്താൽ എന്താ രഘുവേട്ട? കാശുണ്ടാക്കിയ പോരെ? മഞ്ചാടിയെ പഠിപ്പിക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ തന്നെ കുഞ്ഞമ്മ സമ്മതിച്ചതല്ലേ? അവള് പോവാത്ത സ്ഥിതിക്ക് രഘുവേട്ടനെങ്കിലും രക്ഷപ്പെടുത്താന്ന് കുഞ്ഞമ്മയ്ക്ക് തോന്നിക്കൂടാന്നില്ല. അതൊന്നും നടക്കില്ല അമ്പിളി. നീ വെറുതെ ചോദിച്ച് നാണം കണ്ട. ഞാനങ്ങനെ തുറന്നൊന്നും ചോദിക്കില്ല രഘുവേട്ട. എനിക്കറിയില്ലേ അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. എന്തായാലും നാളെ രഘുവേട്ടൻ പോകുമ്പോ ഞാനും കൂടെ വരാം. പ്ലീസ് വേണ്ടെന്ന് പറയല്ലേ? ശരി, എന്നാ കിടക്കാം. അതിരാവിലെ എഴുന്നേക്കണ്ടല്ലേ?